ഇതൊരു സാധാരണ പേനയാണ്. ഈ പേന അബ്രഹാം ലിങ്കൺ ജീവിച്ചിരുന്ന കാലത്ത് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പേനയുടെ വാല്യൂ എന്താകുമായിരുന്നു? മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇന്ന് വില കൊടുക്കേണ്ടി വന്നേനെ. മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന കണ്ണട കോടിക്കണക്കിന് രൂപയ്ക്കാണ് ലേലത്തിൽ വിറ്റുപോയത്. സാധാരണ പേനയെയും കണ്ണടയൊക്കെ അപേക്ഷിച്ചിട്ട് എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഫങ്ഷനാലിറ്റി ഒക്കെ സെയിം തന്നെ. ഈ പേന കൊണ്ട് എഴുതാൻ സാധിക്കുന്ന പോലെ തന്നെയാണ് അബ്രഹാം ലിങ്കൺ യൂസ് ചെയ്ത പേന കൊണ്ടും എഴുതാൻ സാധിക്കുന്നത്. പക്ഷെ ഈ പേനയേക്കാൾ അതിന്റെ വാല്യൂ വളരെയധികം ഇൻക്രീസ് ആയി. കാരണം എന്താണ്? ആ പേനയുടെ കൂടെ ഒരു സ്റ്റോറി കൂടെ ആഡ് ആയി. ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ കൂട്ടാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വഴിയാണ് ആ പ്രോഡക്റ്റിന്റെ കൂടെ ഒരു സ്റ്റോറി കൂടെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളത്. ആളുകൾ പലപ്പോഴും ഒരു പ്രോഡക്റ്റ് അല്ല വാങ്ങുന്നത്, ഒരു സ്റ്റോറിയാണ് വാങ്ങുന്നത്. ഒരു മോൺബ്ലാങ്ക് JF കെന്നഡി ലിമിറ്റഡ് എഡിഷൻ പെൻ വാങ്ങുന്ന ഒരാൾ, അദ്ദേഹം ഒരു സ്റ്റോറിയാണ് ക്യാരി ചെയ്യുന്നത്. ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം? ആ പ്രോഡക്റ്റിന്റെ കൂടെ ഒരു സ്റ്റോറി കൂടെ അറ്റാച്ച് ചെയ്യുക, ബൂം, അതിന്റെ വാല്യൂ 10 ഇരട്ടിയായിട്ട് ഇൻക്രീസ് ആകുന്നത് കാണാം. കാരണം ആളുകൾ പലപ്പോഴും വാങ്ങുന്നത് പ്രോഡക്റ്റ് അല്ല, മറിച്ച് ഒരു സ്റ്റോറിയാണ്. അതിലൊരു ഇമോഷൻ ക്യാരി ചെയ്യുന്നുണ്ട്.